ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്ക് കോട്ടയും സിൽക്കി കോട്ടയുടെയും ഡിഫറൻസ് എന്താണെന്ന് കാണിച്ചു തന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്കി കോട്ടയാണ് കാണിക്കുന്നത്. ചെക്ക് കോട്ടയല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്കി കോട്ട. സിൽക്കി കോട്ടയിൽ തന്നെ പല റേഞ്ചിലുള്ളതും പല രീതിയിൽ കുറച്ചായിട്ട് വ്യത്യാസമുള്ള സിൽക്കി കോട്ട നമുക്ക് കടയിൽ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ വ്യത്യാസമുള്ള ഒരേ മൂന്ന് വെറൈറ്റീസ് ഓഫ് സിൽക്കി കോട്ടയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ചെയ്തേക്കുന്നതുമാണ്. അപ്പം ഇന്നത്തെ സാരീസ് എല്ലാം റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞ പോലത്തെ സിംഗിൾ പീസസ് ആണ്, വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇന്നത്തെ സാരീസ് എല്ലാം. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. സിൽക്കി കോട്ടയുടെ ഡിഫറൻസും എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം ആദ്യത്തെ സാരി തന്നെ നല്ലൊരു ബ്രൈറ്റ് കളറാണ്. നമ്മുടെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡ്, തെറിച്ച് നിൽക്കുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡിനേക്കാളും ഒരു ഇത്തിരി ലൈറ്റ്, എന്നാൽ ഡാർക്ക് പിങ്ക് ആണ് പിങ്കിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു കളറാണ്. അപ്പം അതിൻ്റെ അകത്ത് ആ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഞാൻ അത് വെച്ച് കാണിക്കാം, അപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി തോന്നിക്കുക. അപ്പം ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂവിൻ്റെ തന്നെ 2 ഷെയ്ഡ് ബ്ലൂ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഉള്ളിൽ ചെയ്തിരിക്കുന്ന ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പുറമേ കൂടെ ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റെംസും ലീവ്സും തയ്ച്ചേക്കുന്നത് ആണെങ്കിലും ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഗ്രീൻ തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് സാറ്റിൻ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ 2 കളർ കോമ്പിനേഷൻ കാരണം തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റും ഡാർക്കും വന്ന കാരണം ആ പൂവിന് നല്ലൊരു എടുപ്പുണ്ട്. ഇത് ഞാൻ തയ്ച്ചിരിക്കുന്നത് ഫുള്ളും പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ബൂളിയൻ നോട്ട് തയ്ച്ചിരിക്കുന്നത്. ഇത്രയും നാളും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ ആങ്കർ ത്രെഡ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഈ 2 ത്രെഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് നീഡിലിൽ കൂടെ ഈ ടേൺസ് നമ്മൾ നീഡിലിൽ റാപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ നീഡിൽ വലിക്കുന്നത്, അങ്ങനെയാണല്ലോ ബൂളിയൻ നോട്ട് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കുന്നേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ ഈ നീഡിലിൽ നിന്ന് ഈ ത്രെഡ് ഊരിപ്പോരും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ബൂളിയൻ നോട്ട് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. എല്ലാം പേൾ കോട്ടൺ ത്രെഡ്, ഗ്രീൻ ആയാലും ലൈറ്റ് ബ്ലൂ ആയാലും ഡാർക്ക് ബ്ലൂ ആയാലും എല്ലാം പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടുത്തെ ഡിസൈനും വരുന്നത്. ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞു ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ. അപ്പം അതിൻ്റെ നമ്മൾ ഇങ്ങനെ വയറിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഷോൾഡർ തൊട്ട് വയറിൻ്റെ ഇവിടം വരെ ഉണ്ടാകും. വയറിൻ്റെ താഴം വരെ ഈ ഒരു ഡിസൈനിങ് ഇങ്ങനെ പോകും. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിലായിരിക്കും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. പിന്നെ മുന്താണി വന്നിട്ട് മുന്താണിയിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ടാകും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ മാത്രമേ കേട്ടോ മുന്താണിയിലുള്ളൂ, അപ്പുറത്തെ സൈഡിലില്ല. കാണുന്ന ഞെറിഞ്ഞൊടുക്കുമ്പോൾ കാണുന്ന പോർഷനിൽ മാത്രമേ ഉള്ളൂ ഡിസൈൻ. അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനും ഉണ്ട്. ഈ ഒരു സിൽക്കി കോട്ടൺ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതിയിലുള്ള സ്ട്രൈപ്സാണ്. സാധാരണ സിൽക്കി കോട്ടയിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ വീതിയുണ്ട്. ഈ ലൈൻസ് വരുന്നതിന് വീതി കുറച്ച് കൂടുതലായിരിക്കും. ബാക്കി പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല കുറച്ചും കൂടെ ഒത്തിരി സ്റ്റിഫായിട്ടുള്ളതല്ല, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിൽക്കി കോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രൈപ്പിൻ്റെ അളവും വലുതായിരിക്കും. ഇതിൻ്റെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. മറ്റേ സിൽക്കി കോട്ട വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിൽക്കി കോട്ടയ്ക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് ബ്ലൗസ് ആണ്. ഇന്നത്തെ സാരീസ് എല്ലാം വിത്ത് ബ്ലൗസ് ആണ്. സെയിം കളർ ബ്ലൗസ് പീസ് ആണ്. അതിൻ്റെ അകത്ത് കൈൻ്റെ ഇവിടെ കുഞ്ഞു ഡിസൈനിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ താഴെയായിട്ട് ഇത് ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈൻ തന്നെ ഒരു പൂവും 2 ലീവ്സും ആയിട്ട് കുറച്ച് 2 സൈഡിലും തണ്ടുമായിട്ടാണ് സ്ലീവിൽ വരുന്നത്. അത് സെൻറ്റർ പോർഷനിലായിട്ടാണ് സ്ലീവിൻ്റെ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി. ഈ സാരി റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസ് ആണ്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി താല്പര്യമുള്ളവർ. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ സാരി വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാരി. ഈ സാരിയുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മെറൂൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിട്ട് ലേസി ഡേസി ആണ് മുഴുവനും. ഫ്ലവേഴ്സ് ആയാലും ഈ ബഡ്സ് ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിലും ലേസി ഡേസി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ആണ്. ഇപ്പൊ നടുക്ക് ഫ്രഞ്ച് നോട്ട്, ബീഡിന് പകരം ഫ്രഞ്ച് നോട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ ഈ ബഡ് തയ്ച്ചിരിക്കുന്ന ലേസി ഡേസിയും ചെയ്തിരിക്കുന്ന പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ബാക്കി ലേസി ഡേസി ഫ്ലവേഴ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെംസ് ആണെങ്കിൽ 2 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെംസ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് വരുന്നത്. ഇതാണ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയാണ് ഒരു ഡിസൈൻ. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ 11 ഇഞ്ചിൻ്റെ ഡിസൈൻ ആണ്. അപ്പോൾ ആ ഡിസൈൻ 2 എണ്ണമാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 23 ഇഞ്ച് ഫ്രണ്ടിൽ ഷോൾഡറിൽ നിന്ന് 23 ഇഞ്ച് വരെ ഫുള്ളും വർക്കായിട്ടാണ് നമ്മുടെ ഈ സാരിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും സ്റ്റാൻഡിങ് പൊസിഷനിലും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുന്താണിയിൽ ഇതുപോലെ തന്നെ ഒരു സൈഡിൽ കാണുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഈ ഒരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റണ്ണിങ് പോർഷനിൽ ഒന്നല്ല 2 ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ സാരിയുടെ മെറ്റീരിയൽ നമ്മൾ ആദ്യം കണ്ട സാരിയുടെ മെറ്റീരിയലുമായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സ്ട്രൈപ്സ് വളരെ കുഞ്ഞു സ്ട്രൈപ്സ് ആയിരിക്കും. ഇതിൻ്റെ അകത്തുള്ള വരകൾക്ക് ഒട്ടും വീതി ഉണ്ടാവത്തില്ല. തീരെ തിന്നായിട്ടുള്ള ലൈൻസ് ആയിരിക്കും സ്ട്രൈപ്സിന് ഉള്ളത്. ഒട്ടും വീതിയിലുള്ളതല്ല. മറ്റേതിന് വീതി കൂടിയതാണ്, കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് എഫക്റ്റ് ഉണ്ട്, സ്റ്റിഫ്നെസ് കുറവാണ്. അതിൻ്റെ റേറ്റ് കൂടുതലാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു 5 rupees ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓരോ കടയിൽ ഓരോ റേറ്റ് ആയിരിക്കും. എന്നാലും ഞാൻ പറയുന്നത് കുറച്ചൊരു റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇതിന് കുറച്ചും കൂടെ കുറവായിരിക്കും. സ്ട്രൈപ്പിന് വീതി ഉള്ളതിന് കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും സാരി മെറ്റീരിയൽ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഇടാവുന്നതാണ് മെറൂൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ അകത്ത് ത്രെഡിന്റെ കളർ പറയുകയാണെങ്കിൽ ഇത് മെറൂൺ കളർ ഫ്ലവേഴ്സ് ആണ് ലേസി ഡേസി. ബഡ്സ് കൊടുത്തേക്കുന്നത് കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് മെറൂൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 4 കളേഴ്സ് ആണ് ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നടുക്ക് കൊടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ട് ഒരു ഡാർക്ക് വീറ്റിഷ് ക്രീം എന്ന് പറയാം. ആ ഒരു ക്രീം കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. സെയിം കളർ ബ്ലൗസ് പീസ് ആണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു കുഞ്ഞു ഡിസൈൻ എംബ്രോയിഡറി സ്ലീവിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിന്റെ സ്ലീവ് വരുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൈയുടെ ഫ്രണ്ടിൽ കാണുന്ന പോർഷനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലേസി ഡേസി ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത്. അപ്പൊ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിന്റെ റേറ്റ് 2000 rupees ആണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയും വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത സിൽക്കി കോട്ട സാരി കാണാം. അതും ഇതുമായിട്ട് ആദ്യത്തെയും രണ്ടാമത്തെയും സിൽക്കി കോട്ട ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെയും ഡിഫറെന്റ് ആയിട്ടാണ് അടുത്തൊരു സിൽക്കി കോട്ട ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സിൽക്കി കോട്ട സാരി. ഇതിൻ്റെ അകത്ത് നമ്മൾ മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. മിറർ വർക്ക് ലേസി ഡേസി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലേസി ഡേസി പെറ്റൽസും മിററിന് ചുറ്റും തയ്ച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇതിൻ്റെ അകത്ത് 4 കളർ ത്രെഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റാണി പിങ്ക്, ബ്ലൂ, പിന്നെ ഗ്രീന്, പിന്നെ റെഡ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കളർ ഷെയ്ഡ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഫുൾ ഇങ്ങനെ ബോർഡർ എല്ലാം കാണുന്ന ബോർഡർ ഫുള്ളും നമ്മുടെ വർക്ക് പോകുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ വർക്കില്ല, അല്ലാതെ ഫുൾ ബോർഡറും ഉണ്ട്. പ്ലീറ്റ്സിൻ്റെ മുമ്പ് വരെ ഇതുപോലെ മിറർ വെച്ച് പോയേക്കുവാണ്. ഇത് സാധാ ഒറിജിനൽ മിറർ തന്നെയാണ്, അല്ലാണ്ട് ആ സീക്വൻസ് പോലത്തെ ഉള്ള മിറർ അല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ വരുന്ന പോർഷനിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ വരാനായിട്ട് ഞെറിഞ്ഞൊടുക്കുമ്പം. പിന്നെ ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ നമ്മൾ നിവർത്തിയിട്ടാലും അപ്പുറത്തെ സൈഡിലും സെൻറ്ററിലും കൂടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലും ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു എൻഡിലെ മിറർ, പിന്നെ സെൻറ്ററിൽ ഒരു മിറർ, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലും ഒരു മിറർ. അങ്ങനെ 3 മിററാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്
നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബ്ലൗസ് ആയിട്ട്. ഇപ്പൊ ഈ 4 കളേഴ്സിൽ ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്രൊക്കേഡ് ബ്ലൗസസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, ബ്ലൗസിൽ ഫുള്ളും മിറേഴ്സ് ആയിട്ട് ആര്യ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ബ്ലൗസ്, അതാണെങ്കിലും ഇട്ടാൽ നല്ലതായിരിക്കും. ഈ സിൽക്കി കോട്ടയും നമ്മൾ രണ്ടാമത് കാണിച്ച സിൽക്കി കോട്ടയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയായിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ്, ഈ ബ്ലൂവിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് തയ്ക്കാനായിട്ട്. ഇപ്പം ഈ ഒരു ബ്ലൂ കളർ ത്രെഡ് കളറാണ് നമ്മുടെ ബ്ലൗസ് പീസിന് വരുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ ഈ കളർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ബ്ലൗസ് പീസ് കാണിച്ചു തരാം. ബ്ലൗസ് പീസും സിൽക്കി കോട്ടയുടെ തന്നെ ബ്ലൗസ് പീസാണ്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ കുഞ്ഞു മിററാണ്, സാരിയിൽ വെച്ചതിനേക്കാളും ഒരു പൊടി കുഞ്ഞു മിററാണ് നമ്മൾ ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ഈ ബ്ലൗസ് പീസിൽ ഈ യെല്ലോ, സാരിയുടെ യെല്ലോ കളറും ഗ്രീനും റെഡും ആണ് നമ്മൾ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ, നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെ ചെരിച്ച് വെക്കുവാനല്ല, ഇങ്ങനെ കൈയിൻ്റെ നീളത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ടാണ് ആ പാകത്തിനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഈ ഒരു കളർ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഇതും വേണമെങ്കിലും ഇടാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണിത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1450 ആണ്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ സാരി ഇതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ്. ഈ ഒരു ബ്ലൂ കളറിൻ്റെ അകത്ത് മിറർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് അടുത്ത സാരി. പക്ഷെ അതിൻ്റെ അകത്ത് മെറ്റീരിയലിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു മെറ്റീരിയലിനേക്കാളും വ്യത്യാസമുള്ള മെറ്റീരിയലാണ് നമ്മൾ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ സാരി. മൂന്നാമത്തെ സാരിയും ഡിസൈനിങ് എല്ലാം സെയിം ആണ്, കളർ വേരിയേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ 5 കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സാരിയിൽ 4 കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഗ്രീൻ കളറ്, പിന്നെ റാണി പിങ്ക് ഷെയ്ഡ്, പിന്നെ യെല്ലോ, സ്കൈ ബ്ലൂ കളറ്, പിന്നെ വൈറ്റ്, അങ്ങനെ 5 ഷെയ്ഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആങ്കർ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതും മൂന്നാമത്തെ സാരീനെ പോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഈ മിറർ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബോർഡറിൽ കൂടെ പോവാണ്. ഒരു 8 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ മിറേഴ്സ് എല്ലാം പോയിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രോക്കേഡ് ബ്ലൗസ്, നേരത്തെ പറഞ്ഞൊരു ഇതിലെ ഈ ത്രെഡിലെ ഏത് കളേഴ്സ് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഈ ഒരു സിൽക്കി കോട്ടയും മൂന്നാമത്തെ കാണിച്ച അല്ലെങ്കിൽ രണ്ടാമത്തെ കാണിച്ച സിൽക്കി കോട്ടയായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കളത്തിന്റെ ഗ്യാപ്പും ആദ്യം കാണിച്ച സിൽക്കി കോട്ടയുടെ ഗ്യാപ്പും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടെ അകന്നതാണ്, മറ്റേത് കുറച്ചും കൂടെ അടുത്തതാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇതിനൊരു റേറ്റിനും വ്യത്യാസമുണ്ട്, ഇത് കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. ഒരേ മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ, കടകളിൽ റേഞ്ച് വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറയും, സെയിം ക്വാളിറ്റി ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സെയിം ക്വാളിറ്റി ആയിരിക്കില്ല. ചില കടയിൽ വില കുറവായിരിക്കും, ചില കടയിൽ വില കൂടുതലായിരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ക്വാളിറ്റിയിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. എല്ലായിടത്തും അത് നടക്കണമെന്നില്ല. എന്നാലും നമുക്ക് സിൽക്കി കോട്ടയിൽ തന്നെ ഇപ്പം ഇത്രയും വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വേണം മേടിക്കാനായിട്ട്. ഇതിന് വില കുറവാണ്. അപ്പം ഇന്ന് കാണിച്ച 3 സിൽക്കി കോട്ടയിൽ ഏറ്റവും വില കുറഞ്ഞത് ഈ ഒരു സിൽക്കി കോട്ടയാണ്. അപ്പം ഇതിന്റെ വ്യത്യാസം ഇതാണ്, ഇച്ചിരി കൂടെ ഗ്യാപ്പ് കൂടിയ ചെക്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, കളമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ 4 സാരീസും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സിൽക്കി കോട്ടയുടെ ഡിഫറൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.